ഓണം മലയാളികളുടെ ആഘോഷമാണ്. ലോകത്തിന്റെ ഏത് കോണിലായാലും ഓണം ആഘോഷിക്കാത്ത മലയാളികൾ ഉണ്ടാകില്ല. ഓണം എന്നത് സന്തോഷത്തിന്റെ, സ്നേഹത്തിന്റെ, ഒത്തുചേരലിന്റെ ഒക്കെ ദിവസമാണ്. സോ മലയാളികൾക്ക് ഓണം എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലാണ്. അപ്പോൾ സ്പെഷ്യൽ രണ്ട് അതിഥികൾ, ഒരു കൊച്ചതിഥി മീഡിയ വണ്ണിനൊപ്പം ചേരുകയാണ്. ആരൊക്കെയാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ല, കാണുമ്പോൾ തന്നെ മനസ്സിലാകും. കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല, അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി ശ്രീമതി അനിത, കൊച്ചുമകൻ രോഹൻ. അല്ലേ, കറക്റ്റ് അല്ലേ? രോഹൻ അല്ലേ? ഓക്കെ. രോഹൻ എത്ര ക്ലാസ്സിലാ? UKG മിടുക്കനാണോ? ആണോ? ഓക്കെ. മിനിസ്റ്റർ, ഇപ്രാവശ്യത്തെ ഓണം എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യൽ അല്ലേ? കാരണം 10 വർഷങ്ങൾക്ക് ശേഷം UDF വലിയ വിജയത്തോടു കൂടി അധികാരത്തിൽ വരുന്നു, ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ലഭിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇത്തവണത്തെ ഓണം? അതിനെല്ലാം ഇത്തവണത്തെ ഓണം തുഫാൻ ഓണമാണ്. തുഫാൻ ഓണമാണ് അല്ലേ, നമുക്ക് അങ്ങനെ പറയാം. കേരളം മുഴുവൻ തുഫാൻ ഓണമായിട്ടാണ് ജനങ്ങൾ ഇത് ആഘോഷിക്കുന്നത് എല്ലായിടത്തും. കാരണം ലഹരിയിൽ നിന്നുള്ള കേരളത്തെ മോചിപ്പിക്കാനുള്ള മഹാദൗത്യം നമ്മളേറ്റെടുത്തു. ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നർക്കോ ഹണ്ടാണ് ഓപ്പറേഷൻ തുഫാൻ. ഈ ഓണക്കാലത്ത് അതുകൊണ്ടാണ് ജനങ്ങളെല്ലാം ഇപ്പോൾ എല്ലായിടത്തും നമ്മൾ ചെന്നാൽ ഓണം, തുഫാൻ വള്ളംകളി, തുഫാൻ ക്രിക്കറ്റ് മത്സരം, തുഫാൻ ഓണം, തുഫാൻ കടുവ കളി, ഇതെല്ലാം തുഫാനുമായി ബന്ധപ്പെട്ടാണ്. കാരണം ജനങ്ങൾ അത്രമാത്രം ഈ പ്രോഗ്രാമിനെ ഇഷ്ടപ്പെടുന്നു. പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകൾ, സഹോദരിമാർ, അവരാണ് ഈ പദ്ധതിയെ വൻതോതിൽ വിജയിപ്പിക്കുന്നത്. അപ്പം കേരളത്തെ ലഹരി മാഫിയയുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഈ ദൗത്യം ആണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്, അത് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഓണവും തുഫാൻ ഓണമായിട്ട് ആഘോഷിക്കുന്നത്. ഒന്ന് ചോദിക്കട്ടെ മനസ്സിലായി, ഇത് നേരത്തെ മനസ്സിലുണ്ടായിരുന്ന ഒരു പ്ലാൻ ആയിരുന്നോ? അധികാരത്തിൽ വരികയാണ് എങ്കിൽ, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് തൻ്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ലഹരിക്കെതിരെ ഒരു ശക്തമായ ഒരു പോരാട്ടം മുന്നോട്ട് വയ്ക്കണമെന്ന് നേരത്തെ പ്ലാൻ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. കാരണം ഞാൻ കഴിഞ്ഞ തവണ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ അന്ന് ക്ലീൻ ക്യാമ്പസ്, സേഫ് ക്യാമ്പസ് എന്ന് പറയുന്ന പരിപാടി സംഘടിപ്പിച്ചു. അന്ന് ശ്രീ മമ്മൂട്ടിയായിരുന്നു അതിൻ്റെ ബ്രാൻഡ് അംബാസഡർ. പക്ഷേ നമ്മുടെ ഗവൺമെൻറ് മാറിക്കഴിഞ്ഞ ശേഷം പിന്നെ ആ പരിപാടി ഇല്ലാതായി. കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ ലഹരി ഇവിടെ പെരുകുകയാണ്, ഒരു നടപടിയും ഉണ്ടായില്ല. ഞാൻ ഒരു വ്യക്തി എന്ന നിലയിൽ കേരളത്തിലെ 14 ജില്ലകളിലും നമ്മൾ ഈ ലഹരിക്ക് നോ ടു ഡ്രഗ്സ് എന്ന പേരിൽ എൻ്റെ ഒരു NGO ഉണ്ട്, പ്രൗഡ് കേരള. അതിൻ്റെ ആഭിമുഖ്യത്തിൽ 14 ജില്ലയിലും ആയിരക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ ക്യാമ്പയിൻ നടത്തി, വാക്കത്തോൺ നടത്തി. അതിൽ നിന്ന് എനിക്ക് കിട്ടിയ പിന്തുണയും ജനങ്ങളുടെ സഹകരണവും ഒരു കാര്യം എന്നെ ഓർമ്മപ്പെടുത്തി. ഇതാണ് ഇന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ പരിപാടി. കാരണം പുതിയ തലമുറയെ നമ്മൾ ഈ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടുത്തും. ഇത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് വീട്ടിൽ വന്ന് അമ്മയെ കൊല്ലുന്ന, അച്ഛനെ കൊല്ലുന്ന, ലഹരിക്ക് അടിമകളായി മാറുന്ന ഒരു യുവത്വമല്ല നമുക്ക് വേണ്ടത് എന്ന ചിന്താഗതിയാണ് എന്നെ ഇതിലേക്ക് പ്രേരിപ്പിച്ചത്. ഇന്ന് അത് നമ്മൾ ഏറ്റെടുത്തപ്പോൾ അത് ജനങ്ങൾ അതിനോടൊപ്പം നിൽക്കുന്നു. ജനങ്ങൾക്ക് ഏറ്റവും സ്വീകാര്യമായ ഒരു പദ്ധതിയായി ഇത് മാറും. ഇത് അത്രയും ഹിറ്റായി മാറിയിരിക്കുന്നു. പക്ഷേ മിനിസ്റ്റർ നോക്കൂ, നമ്മൾ ഇതിനെക്കുറിച്ച് അറിയുമ്പോഴാണല്ലോ ഒരു ദിവസം എത്രയാണ് ലഹരി മരുന്ന് പലയിടങ്ങളിൽ നിന്നായി പിടിക്കുന്നത്. അപ്പോൾ പിടിക്കാത്തത് എത്ര ശതമാനമായിരിക്കും എന്നുള്ളത് വേറെയുണ്ട്. അപ്പോൾ ഈ സോഴ്സിലേക്ക് എത്തിച്ചേരാൻ കഴിയുമോ? അധികം വൈകാതെ ഇത് പൂർണ്ണമായി തന്നെ ഇല്ലാതാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ഇത് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. അതുകൊണ്ടാണ് ഓപ്പറേഷൻ തുഫാൻ ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നില്ല. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. അതുകൊണ്ടാണ് ഒരു നീണ്ടു നിൽക്കുന്ന ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. അത് ജനങ്ങളുടെ വലിയ പിന്തുണയാണ്. നമ്മൾ വിചാരിച്ചതിനേക്കാളൊക്കെ കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു നർക്കോ ഹണ്ടാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് മുന്നോട്ട് തന്നെ പോകും. ഇതിന് കേരളത്തിൽ ഇപ്പോൾ പിടിക്കുന്നത് ഇരട്ടി ഒരുപക്ഷെ കേരളത്തിൽ ആളുകൾ ഉപയോഗിക്കുന്നുണ്ടാകും. ഇപ്പം പക്ഷെ ഒരു പേടി വന്നിട്ടുണ്ട്, പിടി വീഴുന്നില്ല. അതുകൊണ്ട് പലരും മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഈ ഒരു ഓപ്പറേഷൻ തൂഫാൻ എങ്ങനെയാണ്, വീട്ടിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് എങ്ങനെയാണ് ഇതിങ്ങനെ ഓരോ ദിവസവും ഇതിങ്ങനെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് ലഹരി മരുന്ന് പിടിക്കുന്നു, അതെപ്പോഴെങ്കിലും മനസ്സിനകത്ത് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടാക്കിയിട്ടുണ്ടോ? നമ്മുടെ യുവത്വം അല്ലെങ്കിൽ കുട്ടികൾ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം 2 ആൺകുട്ടികളുടെ അമ്മയാണ്, കൊച്ചുമോനുണ്ട്. അപ്പോൾ ആ ഒരു ടെൻഷൻ ഉണ്ട് ഉള്ളില്. ഇത് തുടങ്ങിയപ്പോൾ നല്ല സന്തോഷമായി. അതെ അതെ, നല്ല കാര്യമായതുകൊണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സജഷൻസ് ഒക്കെ കൊടുക്കാറുണ്ടോ മിസ്റ്റർക്ക്? ഇല്ല, അതില്ല. ഈ പൊളിറ്റിക്സ് വീട്ടിലില്ല, സംസാരിക്കാറില്ല. ഇല്ല. ഞാൻ ചോദിച്ചെന്ന് വെച്ചാൽ ഒരു കാര്യം, ഈ ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ള പേര് ഇടുന്നിട്ട് ഈ ഓപ്പറേഷൻ ഇങ്ങനെ വെറൈറ്റി പേര് വരുന്നുണ്ടല്ലോ.
ഹിറ്റാവുന്ന വാക്കുകളാണ്. തുഫാൻ എന്നുള്ളത് അറബിക് വാക്കാണ്. അറബിക്കാണ്. മീനിങ് അത് തുഫാൻ കൊടുങ്കാറ്റ്. അത് ഉറുദുവിൽ വന്നു, ഹിന്ദിയിൽ വന്നു. ഹിന്ദി പേരാണ്. ഇപ്പൊ ഇത് മലയാളി പേരായിട്ട് മാറിയിട്ടുണ്ട്. മിനിസ്റ്റർ തലയിൽ ഉദിച്ച ഇത് തന്നെയാണോ, പേര് തന്നെയാണോ? അതിന് തുഫാന്റെ സിനിമ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ എന്തുകൊണ്ടും ഇതൊരു കൊടുങ്കാറ്റാവട്ടെ, കേരളം മുഴുവൻ ജനങ്ങൾ ഒരു കൊടുങ്കാറ്റിനെ പോലെ ഈ നക്കം കണ്ടുമായി മുന്നോട്ട് പോകട്ടെ എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. ശരി, ഇനിയിപ്പോൾ ഓണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഓണമാണ്, ആഘോഷത്തിന്റെ ദിവസങ്ങളാണ്, തൂഫാൻ ഓണമാണെന്ന് പറഞ്ഞു. ഒരു ഫാമിലി മാൻ ആണെന്ന് എനിക്കറിയാം. അപ്പോൾ എല്ലാ ഓണ ദിവസവും മാക്സിമം വീട്ടിൽ ഫാമിലിയുടെ കൂടെ അങ്ങനെ ഇരിക്കാനും എത്താനും ശ്രദ്ധിക്കും. ഒരുമിച്ച് ഓണസദ്യ ഒന്നും, പിന്നെ ഓരോ പരിപാടിക്ക് വേണ്ടിയൊക്കെ ഫുൾ ഡേ കാണില്ല, എന്നാലും മാക്സിമം എത്തും. പരാതി പറയാറുണ്ടോ ഓണം ദിവസം? അല്ലേ, ഇല്ല, ഉച്ചവരെ കാണാറുണ്ട്. കഴിച്ചു കഴിയുമ്പോ അങ്ങ് പോകും. അങ്ങനെ കിട്ടുന്നതെങ്കിലും സന്തോഷം എന്നാണ് പറയുന്നത്. അല്ല, ഈ തിരക്കുകളുടെ കൂടെ എങ്ങനെ പിടിക്കാൻ കഴിയുന്നത്? എപ്പോഴും ഓട്ടോ ആയിരിക്കും അല്ലെ? കണ്ട അന്നോട്ട് ഓട്ടോ അല്ലേ? പണ്ടേ തിരക്കുണ്ടല്ലോ. എന്നും പരിപാടികൾ കാണും, എന്നും വീട്ടിൽ ആളുകൾ കാണും, തിരക്ക് കാണും. അതെങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നതും ബാലൻസ് ചെയ്യുന്നതും? ഇപ്പൊ അതേ അറിയാവുള്ളൂ. ആദ്യം മുതലേ അത് തന്നെ തിരക്കല്ലേ. ഇപ്പൊ ഈ തിരക്ക് ഉണ്ടില്ലെങ്കിലാണ്. ഓണം ദിവസം എങ്ങനെയാണ് നോർമലി എങ്ങനെയാണ്? ഇല്ല, നമ്മള് സദ്യയൊക്കെ ഉണ്ടാക്കും. പിന്നെ ഞങ്ങൾ നേരത്തെ കഴിക്കും. ചേട്ടൻ നേരത്തെ കഴിച്ചിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കും. അമ്മയുണ്ടായിരുന്നു, അമ്മയുടെ കൂടെ ആയിരുന്നു. ഈ വർഷം അമ്മയില്ല. എനിക്ക് തോന്നുന്നു അമ്മയില്ലാത്ത വിഷമമുണ്ട്. അമ്മയുള്ള സമയത്ത് എപ്പോഴും അമ്മയുടെ കൂടെ രാവിലെ അല്ല, ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഗ്യാദർ ചെയ്യോ? എല്ലാവരും ഉണ്ടാവും. ഇവിടെ ആയിരിക്കും ഉണ്ടാവുക? ഇല്ല, മറ്റേ സിസ്റ്ററിന്റെ വീട്ടില്. അപ്പൊ അന്നത്തെ ദിവസം എല്ലാവരും ഉണ്ടാവും. അല്ല, മിനിസ്റ്ററുടെ ഈ പഴയ എന്ന് വെച്ചാൽ കുട്ടിക്കാലത്ത് ഇപ്പൊ നമ്മൾ പറയല്ലോ പഴയ ഓർമ്മകൾ എന്ന് പറഞ്ഞ് നമ്മൾ നൊസ്റ്റാൾജിയ പറയല്ലോ. പഴയ ഓർമ്മകൾ എങ്ങനെയാണ് ഓണത്തിന്? അല്ല, അത് നമ്മള് ഗ്രാമത്തില്ലേ, ചെന്നിത്തല ഒരു ഗ്രാമമാണ്. അവിടെ നമ്മള് ആ നാട്ടുകാരുമായിട്ട് ചേർന്നുള്ള ഓണപ്പരിപാടികൾ, അങ്ങനെയുള്ള വിവിധ പരിപാടികളൊക്കെ ഉണ്ടാവും. ക്ലബ് ഉണ്ടാവും, ആഘോഷ പരിപാടികൾ, അത് നാടകം, ഇതൊക്കെ ഉണ്ടാവും. അപ്പം അത് പക്ഷേ കാലം ചെല്ലുന്തോറും അതിൻ്റെ ഒരു കുറവുണ്ടാകുന്നുണ്ട്. അല്ല, ആ ആഘോഷങ്ങളൊക്കെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്ന ഒരാൾ കൂടിയായിരുന്നു. പലതരത്തിലുള്ള കോമ്പറ്റീഷൻസും ഗെയിംസ് ഒക്കെ ഉണ്ടാവാറുണ്ടല്ലോ, അതിലൊക്കെ കൂടാറുണ്ട്. സജീവ പങ്കാളിത്തമാണ്. ഇന്നിപ്പം അത്തരമുള്ള കൂട്ടായ്മകൾ തന്നെ കുറവാണ്. പക്ഷെ ഉണ്ട്, ക്ലബുകളൊക്കെ ധാരാളം ചെറുപ്പക്കാർ പ്രവർത്തിക്കുന്നു. മിനിസ്റ്റർക്ക് ഇപ്പോഴത്തെ ഈ ജെനാൽഫ ആണല്ലോ ഇപ്പോൾ ഉള്ളത്. അവരുടെ ഒരു ഓണാഘോഷം, അവരുടെ ഒരു രീതികൾ എല്ലാം വൈറലാക്കിയാണ്, സോഷ്യൽ മീഡിയകളിലൂടെയാണ്. അതിൽ തെറ്റൊന്നുമില്ല. കാരണം ഇന്നിപ്പോ സോഷ്യൽ മീഡിയയുടെ കാലമാണ്. അപ്പൊ അത് വൈറലാക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കൊച്ചുമോൻ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പറയോ നോക്കല്ലേ ഇത് പോയി, അവനതിൽ മാത്രമേ നോക്കിയിരിക്കാറുള്ളൂ. അല്ല, അത് വേണ്ടാന്ന് പറയാറുണ്ടോ? പിന്നെ എല്ലാ ദിവസവും 24 മണിക്കൂർ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ നമ്മൾ നിയന്ത്രിക്കും. അല്ല, കൊച്ചുമോനുണ്ട് കൂടെ. അപ്പൊ നമ്മളൊരു ജനറേഷൻ ഗ്യാപ്പ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ജനറേഷൻ ഗ്യാപ്പ് ഇല്ലല്ലോ, നമ്മൾ അവരുടെ കൂടെ അല്ലേ എപ്പോഴാണ്. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരുടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ്? പ്രണയ വിവാഹമായിരുന്നു. പിന്നെ ഞാൻ ഒരു കഥ കേട്ടിട്ടുണ്ട്, രാത്രിയാണ് പെണ്ണ് കാണാൻ പോയത്. അതുള്ളതാണോ? ആണോ? അതെങ്ങനെ സംഭവിച്ചു? അങ്ങനെ അല്ല, പകല് പോയില്ലെങ്കിൽ നമ്മള് വേറെ ദിവസത്തേക്ക് മാറ്റി വെക്കില്ലേ? രാത്രി പോയതെന്താ? സമയം കിട്ടി പോകാൻ തീരുമാനിച്ചു. എന്തായിരുന്നു അത്രയും മാറ്റി വെക്കാൻ പറ്റാത്ത തിരക്കുണ്ടായിരുന്നത്? അല്ല, അന്ന് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ അന്ന് തിരക്കുടെ കാലമാണ്. പിന്നെ എല്ലാവരും പോയി. രാത്രി പോവാന്ന് വെച്ചാൽ രാത്രി ഇങ്ങനെ ഒരാൾ കയറി വന്നപ്പോ എന്ത് തോന്നി? ഞങ്ങള് പേടിച്ചു, എന്താ ഈ രാത്രി ആരാ വരണേന്ന്. അത് ഞങ്ങളുടെ ഒരു ഗ്രാമം, അവിടെയൊന്നും ആരും വരില്ലല്ലോ രാത്രി. റോഡ് പോലും ഇല്ലാത്ത സ്ഥലമായിരുന്നു. പൊളിറ്റീഷ്യൻസ് ആണെന്ന് പറയുമ്പോഴേ കല്യാണം കഴിക്കുമ്പോൾ അത് വേണോ എന്ന് പലരും ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചായിരുന്നു, കുറെ പേരൊക്കെ ചോദിച്ചായിരുന്നു. അല്ല, എനിക്കത് മതിയെന്ന് പറഞ്ഞു. അന്നേരം എനിക്ക് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആളും മതി. അതെന്താ അങ്ങനെ ഒരു തീരുമാനം എടുക്കുക? അത് നേരത്തെ ആലോചിച്ചിട്ട് ഇടയ്ക്കൊന്നും വന്നില്ല. ഇല്ല, അന്നാണ് കാണുന്നത്. ആ രാത്രി. അതെ. പിന്നെ അങ്ങ് ഡിസിഷൻ എടുത്തു മതിയെന്ന്. പിന്നീട് ഇങ്ങോട്ടുള്ള യാത്ര എങ്ങനെയായിരുന്നു? എത്രത്തോളം സപ്പോർട്ട് ഉണ്ട്? ഈ ഒരു ഫുൾ സപ്പോർട്ട് അല്ലേ? നമ്മുടെ പിള്ളേരൊക്കെ ഉള്ളത് പുള്ളിക്കാരിയല്ലേ, അപ്പൊ അതുകൊണ്ട് നല്ല സപ്പോർട്ടാണ്. ഇനി മക്കളുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 ആൺമക്കളാണെന്ന് അറിയാം. അവര് പക്ഷേ ഈ പൊളിറ്റിക്സിലേ കണ്ടിട്ടില്ല ഞങ്ങൾ. ഒരാൾ ഡോക്ടറാണ്, ഒരാൾ IRS. ഇവിടെ ഉണ്ടാവാറുണ്ടോ? ഇല്ല, ഒരാളിപ്പോ കൊച്ചി ട്രാൻസ്ഫർ ആയി. ഇപ്പൊ ഡെപ്യൂട്ടി കമ്മീഷണർ ഇൻകം ടാക്സ് ആയിട്ട് കൊച്ചിയിലേക്ക് പോയി. മൂത്ത ആൾ ഇവിടെ ഉണ്ട്, SUT മെഡിക്കൽ കോളേജിലെ റേഡിയോളജിസ്റ്റാണ്. ഓക്കെ. എന്റെ വൈഫും പത്തോളജിസ്റ്റാണ്, MD. ഡോക്ടറാണ്. രണ്ടുപേരും MD ആണ്.
എപ്പോഴെങ്കിലും ഇവർ രണ്ടുപേരും രാഷ്ട്രീയത്തിലേക്ക് വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്നു? ഉള്ളുകൊണ്ടേയില്ല. ഇല്ല, അതൊക്കെ അവരുടെ ജോലിയാണ്. പണ്ടേ എങ്ങനെയായിരുന്നു? മക്കളുടെ രീതിയിൽ അവരുടെ താല്പര്യങ്ങളുമായി മുന്നോട്ട് പോകട്ടെ എന്നായിരുന്നു. വീട്ടിലിപ്പോൾ അവരും ഈ പൊളിറ്റിക്സ് സംസാരിക്കുക, അച്ഛനോട് അഭിപ്രായം അറിയാം, പൊളിറ്റിക്സ് ഒക്കെ അറിയാം, അപ്ഡേറ്റ് ചെയ്യുന്നവർ തന്നെയാണ്. അല്ല, അവർക്ക് അറിയാം, അവർ പത്രം വായിക്കുകയും ഈ ലോകത്തിൽ ജീവിക്കുകയും ചെയ്യല്ല, എല്ലാം അറിയാം. പക്ഷെ ആരും വരണമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇല്ല, മിനിസ്റ്റർ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. നമ്മൾ അങ്ങനെ ആരെയും കൊണ്ടുവരാനും ആഗ്രഹിച്ചില്ല. മിനിസ്റ്റർ, ഇപ്പോൾ നമുക്ക് വീണ്ടും ഓണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തവണത്തെ ഈ ഓണം സർക്കാരിന്റെ തലത്തിൽ എങ്ങനെയാണ്? സർക്കാർ തലത്തിൽ ഇപ്പം നല്ല ഓണമല്ലേ? കഴിഞ്ഞത്തെ പോലെ എല്ലാ ആനുകൂല്യവും കൊടുത്തു. സാമ്പത്തിക പരാധീനതകൾ ഉണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടൊന്നും അറിയിക്കാതെ ജനങ്ങൾക്ക് നല്ല ഓണം ആഘോഷിക്കാനുള്ള അവസരമാണ് സർക്കാർ ഒരുക്കി കൊടുത്തിരിക്കുന്നത്. ഇപ്പം വെള്ളപ്പൊക്കമൊക്കെ മാറി നല്ല അന്തരീക്ഷമാണ്. തീർച്ചയായിട്ടും ഗവൺമെൻറ് നല്ല ഓണത്തിന് ഉള്ള സാഹചര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്തു. ശരി, മിനിസ്റ്റർ പൊളിറ്റിക്സിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും പൊളിറ്റിക്സ് ആയിരുന്നു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, എന്നാലും വേറെ എന്താണ് നമ്മുടെ ഒരു താല്പര്യമുള്ള മേഖല? അഭിനയിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കോളേജ് അധ്യാപകനാവണം എന്നുള്ള ആഗ്രഹം. അല്ല, അഭിനയിക്കാമായിരുന്നില്ല? നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടില്ലേ? ജീവിതത്തിൽ തന്നെ അഭിനയിച്ചോണ്ടിരിക്കുകയല്ലേ. ഒരു അഭിനയമാണോ ഇനി? അല്ല, ആണോ? വീട്ടിലല്ല. അല്ല, വീട്ടിലല്ല. വീട്ടിൽ ജനുവിനാണ്, സിൻസിയറാണ്. അങ്ങനെയാണ് അഭിനയത്തിലേക്ക്, ആ നാടകത്തിലേക്കൊക്കെ വരുന്നത്. അതൊക്കെ ചെറിയ കോളേജ് സമയത്തായിരുന്നോ? സ്കൂൾ സമയത്താണ്. നല്ല അഭിനേതാവായിരുന്നോ? ആണോ? നല്ല നടനായിരുന്നോ? ഇപ്പൊ ഇഷ്ടപ്പെട്ട നടന്നു ചോദിച്ചാൽ മോഹൻലാൽ, മമ്മൂട്ടി? മോഹൻലാലാണ്, മമ്മൂട്ടിയാണ്. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് വീട്ടില് മമ്മൂട്ടി മോഹൻലാൽ ഫൈറ്റ് കാണും. ഉണ്ടാവാറുണ്ടോ? ചേട്ടൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അധ്യാപകനായിരുന്നില്ല മിനിസ്റ്റർ? രണ്ടുപേർക്കും അറിയാം. രണ്ടുപേർക്കും അറിയാം. അത് അടിപൊളി. ഇനി ഹിന്ദി അധ്യാപകനായിരുന്നല്ലോ മിനിസ്റ്റർ? ഹിന്ദി എനിക്ക് അറിയാം, പഠിപ്പിച്ചിരുന്നു. എത്ര നാൾ പഠിപ്പിച്ചിരുന്നു മിനിസ്റ്റർ? ഒരു 6 മാസം. അത്രയേ ഉള്ളൂ. പിന്നെന്തായിരുന്നു? ഞാൻ LLBക്ക് ചേർന്നു. അപ്പോൾ അത് BA കഴിഞ്ഞിട്ട് LLBക്ക് ടൈം ഉണ്ടായിരുന്നു. ആ സമയത്താണ് പഠിപ്പിച്ചത്. പിന്നീട് അത് അധ്യാപനം മുന്നോട്ട് കൊണ്ടുപോകണം താല്പര്യം തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ MP-മാരൊക്കെ ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഈ ഹിന്ദി കൈകാര്യം ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമല്ലല്ലോ ഈ തെക്കേ ഇന്ത്യക്കാരെ സംബന്ധിച്ച്. പക്ഷെ മിനിസ്റ്റർക്ക് അത് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റി കാണുമല്ലോ. അല്ല, എനിക്ക് തോന്നുന്നു ഇന്ദിരാഗാന്ധിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടെന്ന് തോന്നുന്നു. അതെന്തായിരുന്നു ആ ഒരു ഇൻസിഡന്റ്? അത് നാഗ്പൂരിലെ NSU സമ്മേളനത്തിൽ വെച്ച് ഞാൻ ഇംഗ്ലീഷ് പ്രസംഗിച്ചപ്പോൾ എന്നോട് പറഞ്ഞു നേരത്തെ ഹിന്ദി പ്രസംഗിക്കാൻ പറഞ്ഞു. ഞാൻ ഹിന്ദി പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരുടെ പ്രസംഗത്തിൽ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇതാണ് നാഷണൽ ഇൻ്റഗ്രേഷൻ. കേരളത്തിൽ നിന്ന് ഒരാൾ ഇന്ത്യ വന്ന് ഹിന്ദി പ്രസംഗിക്കും. അതൊക്കെ നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. അതൊരു കൈമുതലായിരുന്നു. തീർച്ചയായിട്ടും. ഇപ്പോഴും അത് എത്രത്തോളം അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും? നമ്മൾ പാർലമെന്റിൽ പ്രസംഗിക്കുമ്പോഴൊക്കെ എല്ലാവരും എന്നോട് പറയും ഇന്ത്യയിലെ പ്രസംഗിക്കാവുന്നത്. വാജ്പേയി ആണെങ്കിലും ജോർജ് ഫെർണാണ്ടസ്, സോമനാഥ് ചാറ്റർജി ഒക്കെ എന്നോട് ഹിന്ദി പ്രസംഗിക്കാൻ പറയും. നമ്മൾ ഇന്ത്യ ഒരു 60-70% ജനങ്ങൾ ഹിന്ദി ആണല്ലോ അറിയാവുന്നത്. അതുകൊണ്ട് നമ്മൾ ഹിന്ദി പ്രസംഗിച്ചാൽ വലിയ പ്രാധാന്യം കിട്ടും. ശരി, ഇപ്പൊ നമ്മള് ഓപ്പറേഷൻ തൂഫാനെ കുറിച്ച് പറഞ്ഞല്ലോ. സാറിന്റെ മനസ്സിൽ ഇനി എന്തൊക്കെയോ മാറ്റങ്ങൾക്കുള്ള കുറെ പദ്ധതികൾ ഉണ്ടെന്ന് ഞാൻ കേട്ടു. എങ്ങനെയാണ് ഇനി ഓണമൊക്കെ കഴിഞ്ഞുള്ള തിരക്കുകളൊക്കെ ഒന്ന് മാറി? ഓണം കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പറേഷൻ തൂഫാന്റെ 2ാം ഘട്ടം ആരംഭിക്കുക. തൂഫാന്റെ 2ാം ഘട്ടം അതെങ്ങനെയാണ്? കൂടുതൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള വൻ പരിപാടിയാണ്. എല്ലാ വീടുകളിലേക്കും നമ്മൾ എത്തുകയാണ്. വീടുകളിലേക്ക് എങ്ങനെ? അത് നമ്മൾ ബോധവൽക്കരണം ആണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഇതിന് അഡിക്റ്റായ ആളുകളെ ചികിത്സിപ്പിക്കുക, അവരെ അതിൽ നിന്ന് മോചിപ്പിക്കുക. തുഫാൻ 3 ഘട്ടമാണ്. 1 തുഫാൻ സ്ട്രൈക്ക്, അത് പോലീസ്. 2 തുഫാൻ വാരിയർ, അത് നമ്മളൊക്കെയാണ് വാരിയേഴ്സ്. നമ്മൾ അത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക പോലീസിന്, ബോധവൽക്കരണം. 3ാമത്തേതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരാൾ ഇതിന് അടിമയായി പോയാൽ അയാളെ അവിടെ ഉപേക്ഷിക്കുകയല്ല വേണ്ടത്, അയാളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണം. അതിനുവേണ്ടി അയാൾക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. അതാണ് ഏറ്റവും പ്രധാനം. ഓപ്പറേഷൻ കെയർ, തുഫാൻ കെയർ. കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട ആശുപത്രികളോടും ഞാൻ സംസാരിച്ചു. അവരെല്ലാം തുഫാൻ കെയറിന് തയ്യാറായി നിൽക്കുകയാണ്. അതുകൊണ്ട് ധാരാളം ആളുകളെ ഞങ്ങൾ ഇപ്പോൾ ചികിത്സിപ്പിക്കുന്നുണ്ട്. അതിന് നമ്മൾ വെളിയിൽ പറയുന്നില്ലെന്നേ ഉള്ളൂ, കാരണം അവരുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലെങ്കിലും ഇങ്ങനെ ആയിപ്പോയ ആളുകളെ നമ്മൾ തിരികെ കൊണ്ടുവരിക. അതൊരു ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം. തിരികെ ജീവിതത്തിലേക്ക്, പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. പക്ഷേ നമ്മൾ പിന്നെ അവരുടെ ഐഡന്റിറ്റി ഒന്നും പറയാൻ പാടില്ല. അതൊന്നും പറയാം. മിനിസ്റ്റർ, ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ ഈ യങ് ജനറേഷൻ ആണല്ലോ ഒരുപാട് പേര് ഇതിന്റെ കാരിയേഴ്സ് ആവുന്നത്, ഇത് ഉപയോഗിക്കുന്നവരാകുന്നത്. അപ്പോൾ മിനിസ്റ്റർ, ഇപ്പോൾ ഒരു തൂഫാന്റെ ഭാഗമായിട്ട് 2 പേർ പിടിയിലാകുമെന്ന് വയ്ക്കും. അവർ പുറത്തിറങ്ങി കഴിഞ്ഞ് വീണ്ടും അതിലേക്ക് പോവുകയാണല്ലോ. അത് തടയേണ്ടത് വലിയൊരു ആവശ്യം. അത് വലിയ എളുപ്പത്തിൽ പണം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് അവർ ചെയ്യുന്നത്. അവർ മരണത്തിൻ്റെ വ്യാപാരമാണ് നടത്തുന്നത്, അവർക്ക് അറിയാതെ പോകുന്നു. വലിയ ദുഃഖകരമായ കാര്യമാണ്.
അത് നമ്മൾ അവരെ ബോധ്യപ്പെടുത്തി അവരെ അതിനെ പിന്തിരിപ്പിക്കുകയാണ് വേണ്ടത്. അല്ല, അവിടെ ഒരു ബോധവൽക്കരണം കൊണ്ട് മാത്രം അത് നടക്കും തോന്നുന്നു. അത് പിന്നെ നിയമമുള്ളൂ, നിയമത്തിൻ്റെ പിടിയിലകപ്പെടും. ഈ രണ്ട് കാര്യമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. തൂഫാൻ അല്ലാതെ മറ്റെന്തൊക്കെയാണ് മിനിസ്റ്റർ പദ്ധതി? പിന്നെ ഈ സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്ന അതിക്രമങ്ങൾ, അതോടൊപ്പം സൈബർ ബുള്ളിങ്, സൈബർ തെഫ്റ്റ്, സൈബർ ക്രൈംസ്, ഓൺലൈൻ തട്ടിപ്പുകൾ, ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. ഒന്നും അങ്ങോട്ട് ഫിക്സ് ആയില്ല, കംപ്ലീറ്റ് പ്ലാൻ ആയില്ല, ഉടനെ ഉണ്ടാവും. നോക്കട്ടെ. ഇപ്പോൾ പോലീസ് സ്റ്റേഷനുകളാണല്ലോ വലിയ മാറ്റം. SI-മാർക്ക് വീണ്ടും SHOയുടെ ചുമതല നൽകുന്നു, ജനകീയ പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കുന്നു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന ഒരു വകുപ്പ് ആഭ്യന്തര വകുപ്പായിരുന്നു. ഇത്തവണ അതുണ്ടാകാനേ പാടില്ല എന്ന് തീരുമാനിച്ചിട്ടാണോ മിനിസ്റ്റർ എത്തിയിട്ടുള്ളത്? മൈ പോലീസ് സ്റ്റേഷൻ ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പോലീസ്. അതിൽ എല്ലാ പോലീസ് സ്റ്റേഷൻ്റെ മുഖം ഞങ്ങൾ മാറ്റി, എല്ലാം വൃത്തിയാക്കി. മറ്റുള്ള ആക്രി സാധനങ്ങൾ മുഴുവൻ കിടക്കുക, അവിടെ പഴുതാര, പാമ്പ്, ഇതെല്ലാം കിടക്കുക, അതെല്ലാം അടിച്ചു മാറ്റാൻ പറഞ്ഞു. ഫസ്റ്റ് എല്ലാം തൂക്കി വിറ്റ് സർക്കാരിലേക്ക് പണം അടയ്ക്കാൻ പറഞ്ഞു, ട്രഷറിയിൽ. ഇപ്പം എല്ലാ സ്ഥലത്തും അത് വിറ്റുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം അടിച്ചു മാറ്റുകയാണ് പറയുന്നത്. പിന്നെ അതെല്ലാം വൃത്തിയാക്കി എല്ലാ പോലീസ് സ്റ്റേഷനും 1 ലക്ഷം രൂപ വെച്ച് കൊടുത്തു. പോലീസ് എല്ലാ പോലീസ് സ്റ്റേഷനും ഓരോന്ന് വെച്ച്. കാരണം മോഡേണൈസേഷൻ അല്ല, പെയിന്റ് അടിക്കാനും വൃത്തിയാക്കാനും എല്ലാം വൃത്തിയാക്കി. അതിനകത്ത് എല്ലാ പോലീസ് സ്റ്റേഷനും ഒരേ ലുക്ക്, ഒരേ പെയിന്റ്, ഒരേ ലുക്ക്, ഒരേ പ്രവർത്തനം. അപ്പോൾ തന്നെയല്ല അവിടെ ചെല്ലുന്ന പോലീസുകാരോട് പണ്ടൊക്കെ ചെല്ലുന്നവരൊരടി, തിരിച്ചു പോകുമ്പോൾ ഒരടി. ഇപ്പം അങ്ങനെയൊന്നുമില്ല, അടിയടിയൊന്നുമില്ല. അപ്പോൾ അവരോട് വർത്താനം നന്നായി സംസാരിക്കുക, ബോധ്യപ്പെടുത്തുക, അവർ നമ്മുടെ ഭാഗമാണെന്നുള്ള ഒരു ഫീൽ. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വരുന്ന പല പല കാര്യങ്ങളുണ്ട്. പാസ്പോർട്ടിൻ്റെ കാര്യത്തിന് പോകാറുണ്ട്, FIR കോപ്പിക്ക് പോകാറുണ്ട്, പല കാര്യങ്ങൾക്ക് പോകുന്നു. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഇതെൻ്റെ പോലീസ് സ്റ്റേഷനാണെന്ന് തോന്നണം. ആ നിലയിൽ അവരെ കുറ്റം ചെയ്തവൻ പേടിച്ചാൽ മതി, അല്ലാത്ത ആളുകൾ പേടിക്കേണ്ട കാര്യമില്ല. കുറ്റം ചെയ്തവൻ പോലീസ് സ്റ്റേഷനെ കണ്ടാൽ പേടിക്കും, സാധാരണക്കാരൻ പേടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു പോലീസ് സംസ്കാരം വളർത്തിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. അല്ല, ഇപ്പോൾ അതിലെ ആ മാറ്റത്തിലേക്ക് എത്തിക്കഴിഞ്ഞു? ഇല്ല, അത് ആകുകയാണ്, മാറുകയാണ്. പിന്നെ SI-മാർക്കാണ് സ്റ്റേഷൻ്റെ ചുമതല. സ്ത്രീകൾ 64 സ്ത്രീകൾക്ക് SHO-മാരാക്കുകയാണ്, സ്റ്റേഷൻ്റെ ചുമതലയാക്കുകയാണ്. പ്രധാനപ്പെട്ട 64 സ്റ്റേഷനുകൾക്ക് ഇപ്പോഴും CA തന്നെയാണ്. അങ്ങനെ വ്യാപകമായ മാറ്റമാണ് വരുത്തുന്നത്. പക്ഷെ നേരത്തെ ഈ ജനകീയ പോലീസ് സ്റ്റേഷൻ പോലെ ജനമൈത്രി പോലീസ് ഉണ്ടായിരുന്നു, അതിപ്പോഴും ഉണ്ട്. ഇപ്പോഴും. പക്ഷേ കഴിഞ്ഞ 10 വർഷമായി ജനമൈത്രി പോലീസിന് വേണ്ട പ്രാധാന്യം കിട്ടിയില്ല. ഇപ്പം ഞങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം ഓരോ ബീറ്റ് പോലീസുകാരനും അതിൻ്റെ ബീറ്റ് ഏത് ഏരിയയിലുള്ള ജനങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ കഴിയും. നല്ലൊരു പരിപാടിയാണ്, അത് ഞാൻ തുടരാൻ തീരുമാനിച്ചു. മിനിസ്റ്റർ ഇപ്പം അധികാരത്തിലേറിയിട്ട് 3 മാസം ആവുകയാണല്ലോ. ഇതുവരെയുള്ള ഒരു ഭരണത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നല്ലതാണ്, നമ്മുടെ തുടക്കമാണ്. ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയ്ക്കൊത്ത് നമ്മൾ പ്രവർത്തിക്കാൻ ശ്രമിക്കുകയാണ്. സാമ്പത്തിക പരാധീനതകളാണ് ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ എന്നാലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. അല്ല, ആ പരാധീനതകൾ, സാമ്പത്തിക പ്രശ്നം ഒരു വലിയ പ്രശ്നമല്ലേ മിനിസ്റ്റർ? അത് മറികടക്കാൻ അത്ര എളുപ്പമാണോ നമുക്ക്? അത് മറികടക്കാൻ ഒന്ന് സാമ്പത്തികമായ അച്ചടക്കം പാലിക്കണം, അനാവശ്യ ചെലവുകൾ ഒഴിവാക്കണം, പുതിയ നികുതി നിർദ്ദേശങ്ങളില്ലാതെ തന്നെ ഉള്ള നികുതി പിരിച്ചെടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക. പിന്നെ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരിക, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. എന്നാൽ മാത്രമേ നാടിന് പുരോഗതി ഉണ്ടാവൂ. നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഏതാണ്ട് 80% സാലറിയും പെൻഷനും, പിന്നെ 20% അതുകൊണ്ട് നാട്ടിൽ എന്ത് വികസനം പറ്റും? അപ്പോൾ അവിടെയാണ് കൂടുതൽ മൂലധനം വേണ്ടത്, സ്വകാര്യ മൂലധനം, ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വരിക. അപ്പോൾ അവർക്ക് അതിനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കുക. എന്നാൽ മാത്രമേ നാട് പുരോഗതി പ്രാപിക്കൂ. അത് ഇവിടെ തന്നെ മാന്യമായ ജോലിയും മാന്യമായ ശമ്പളം കിട്ടിയ ഇവിടെ നിൽക്കും ആളുകൾ. അപ്പോൾ അതിനുള്ള സൗകര്യം ഒരുക്കാനുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഭക്ഷണപ്രിയനാണോ? അല്ല, അല്ല, വളരെ കുറവാണ്. എന്ത് കിട്ടിയാലും കഴിക്കാം. അങ്ങനെയാണ്, അത് കുറച്ച് സമയത്ത് കിട്ടണതാണ്. പക്ഷെ സമയത്തൊന്ന് ഭക്ഷണം കഴിക്കാൻ സമയത്ത് വിളിച്ചാലും വരില്ല. അല്ല, അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ? ഇല്ല. എല്ലാ മീഡിയ വൺ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ഈ ഓണം എല്ലാവർക്കും സന്തോഷപ്രദമാകട്ടെ. നമ്മുടെ നാടിൻ്റെ പുരോഗതിക്കും വളർച്ചയ്ക്കും വേണ്ടി നമുക്ക് ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ ഓണം ആഘോഷിക്കാം. നമസ്കാരം, ജയ് ഹിന്ദ്.